ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാട്രിയറ്റ് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. രാവിലെ 7:30ക്കുള്ള ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ രാവിലെ എണീറ്റു ജസ്റ്റ് ഫ്രഷായി നേരെ തിയേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് രാവിലെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മൂവിക്ക് പോകുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ പോയത്. സോ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളവിടെ മാളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും കയറുന്നതിന് മുന്നേ 2 ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ ഫസ്റ്റ് ഡേ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:30ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടും 8 o'clock കേട്ടോ മൂവി സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു സമയത്ത് ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അങ്ങനെ വാഷ്റൂമിൽ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് ഞാൻ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്നുകൂടി എടുത്ത് നോക്കിയത്. അതിലെൻ്റെ മാല കാണാനില്ല. സോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ വാഷ്റൂം യൂസ് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ കൈ വാഷ് ചെയ്യാൻ നിന്ന് അവിടെ താഴ്ത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാല ഊരിപ്പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. സോ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഇത് പോയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ പേര് കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വാഷ്റൂമിലൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരിച്ച് കോഫി വാങ്ങിക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോവാണ് കേട്ടോ. കോഫി വാങ്ങിക്കാൻ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. പെട്രിയേറ്റിൻ്റെ ആഡും കാര്യങ്ങളുമൊക്കെ നമ്മുടെ പോപ്കോണിൻ്റെ കവറിൽ വരെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ സമയം കളയാണ്ട് നേരെ തിയേറ്ററിലേക്ക് കയറി കേട്ടോ. ഫസ്റ്റ് ഡേ ഷോയ്ക്ക് പോയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ നമ്മുടെ സെയിം തിയേറ്ററിൽ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഫസ്റ്റ് ഡേക്ക് പോകണ്ടായിരുന്നു, സെക്കൻഡ് ഡേക്ക് പോയി കഴിഞ്ഞാൽ മമ്മൂക്കേനെയും കൂടി കാണാമായിരുന്നല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ഇവർ 3 പേരും കൂടി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂവി കാണുന്നത് ദുബായിലായിരിക്കുമെന്ന്. പക്ഷേ നമ്മൾ പോയ സെയിം തിയേറ്ററിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സെക്കൻഡ് ഡേക്ക് ടിക്കറ്റ് എടുക്കുകയുള്ളായിരുന്നു. സോ അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറച്ചൊരു ലാഗ് വന്നു. പിന്നെ ലാലേട്ടന് കുറച്ചുകൂടി സ്ക്രീൻ പ്രസൻസ് കൊടുക്കായിരുന്നു എന്ന് തോന്നി. ഓവറോൾ നല്ലൊരു മൂവിയാണ്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിന് പുറത്തിറങ്ങി കേട്ടോ. ഇനി എന്തെങ്കിലും കഴിക്കണം, കാരണം ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇവിടെ അധികം ക്രൗഡൊന്നും ഇല്ല കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ഡെന്നീസിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഹെവി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ മഷ്റൂം റൈസും പിന്നെ സ്റ്റീക്കുമാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങി വേറൊരു സിനമൺ ബൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ കയറി സിനമൺ ആ ഒരു ബണ്ണും കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ